إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ ഫൽയദ്കുർ മുസീബതഹു ബി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ വന്നു ഭവിച്ചാൽ ഞാനുമായി നിങ്ങൾക്കുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായ മുസീബത്ത് എന്നാൽ അവിടുത്തെ വഫാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ അഅ്ദമുൽ മസായിബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അതേറ്റവും വലിയ ഗുരുതരമായ വിപത്താണ് എന്നാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോട് കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട പറഞ്ഞതിന് ശേഷം ഒരുപാട് ഫിത്നകളും കുഴപ്പങ്ങളും ബിദ്അത്തുകളും ഈ ഉമ്മത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന അമനതു ലി അസ്ഹാബി. ഞാൻ എന്റെ അനുയായികൾക്ക് അവർക്കുള്ള ഒരു സുരക്ഷിതത്വമാണ്, ഒരു രക്ഷാകവചമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ സഹാബികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണോ അതവരെ തേടിയെത്തുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾക്കിടയിൽ ഈ ഉമ്മത്തിൽ ഭിന്നതകളും ഫിത്നകളും പുറപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് വലിയ വിപത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്, അതിന്റെ വാർത്ത അതെല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹൃദയഭേദകമായ, അവരെ പിടിച്ചുകുലുക്കുന്ന വാർത്തയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സമാധാനം നൽകുന്ന,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് ഒരുപാട് മുൻപ് തന്നെ അവിടുന്ന് മരണപ്പെടുന്ന വാർത്ത അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് മരണപ്പെടും, വൈകാതെ നിങ്ങളിൽ നിന്ന് ഞാൻ യാത്രയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വഹാബികൾക്ക് സൂചന നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് അയക്കുകയാണ്. ആ സന്ദർഭത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം നടന്നു. മുആദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വാഹനമൃഗത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ച് വാഹനത്തിന് കീഴെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടെന്നു വരികയില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി, നീ ഇനി മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ ഖബറിനും എന്റെ മസ്ജിദിനും ഇടയിലായിരിക്കും നീ നടന്നു വരിക. فبكى معاذ بن جبل جشعا لفراق رسول الله صلى الله عليه وسلم. معاذ بن جبل رضي الله عنه അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വേർപാടിന്റെ വിരഹദുഃഖം കാരണം പൊട്ടിക്കരഞ്ഞു എന്നാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്കി യാ മുആദ്, മുആദ് താങ്കൾ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുതുബ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഒന്നല്ലെങ്കിൽ ദുനിയാവ് തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ അരികിലുള്ള പരലോകം തിരഞ്ഞെടുക്കാം. ഫഖ്താറ മാ ഇൻദല്ലാഹ്, ആ അടിമ അല്ലാഹുവിന്റെ അരികിലുള്ള പരലോകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ കരുതി എന്തിനാണ് അബൂബക്കർ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അരികിലുള്ള പരലോകം തെരഞ്ഞെടുത്ത ഒരു അടിമയെ കുറിച്ച് പറഞ്ഞതല്ലേ, അതിനെന്തിനാണ് അബൂബക്കർ ഇങ്ങനെ കരയുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട പറയാനായിരിക്കുന്നു. അല്ലാഹുവിന്റെ അരികിലുള്ള പരലോകം തെരഞ്ഞെടുത്ത് ഞങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യാനായിരിക്കുന്നു എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും സമാധാനിപ്പിച്ചു. അബൂബക്കർ ലാ തബ്കി, അബൂബക്കർ താങ്കൾ കരയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനം ഹാജരായ റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 തവണ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു മുഴുവനായി. സാധാരണ റമദാനുകളിൽ ഒരു തവണ മാത്രമാണ് ഖുർആൻ ഓതി കൊടുക്കാറുണ്ടായിരുന്നത് എങ്കിൽ അവസാനത്തെ റമദാനിൽ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക അജലി, ദാലിക അജലി,
ഇതെന്റെ വേർപാടിന്റെ സൂചനയാണ്, എന്റെ അവധിയെ തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ റമദാനിന് ശേഷം പിന്നീട് ഹജ്ജാണ്, ഹജ്ജത്തുൽ വിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് വിടവാങ്ങിയ ഹജ്ജ്. ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹി നൽകി, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവിന്റെ സഹായവും അവനിൽ നിന്നുള്ള വിജയവും മുസ്ലിമീങ്ങൾ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നതും താങ്കൾ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, പാപമോചനം ധാരാളമായി തേടിക്കൊണ്ട് അല്ലാഹുവിലേക്ക് താങ്കൾ അടുക്കുക എന്ന സൂറത്തുൻ നസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അവിടുത്തേക്കുള്ള യാത്രക്കുള്ള സൂചനയാണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് അവരുടെ ഹൃദയങ്ങൾ പിടിച്ചു കുലുക്കുമാർ പ്രബോധനമായ കിടിലം കൊള്ളിക്കുന്ന പ്രസംഗം സ്വഹാബികൾക്ക് മുന്നിൽ കാഴ്ചവെച്ചു. അവർക്ക് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ നൽകി. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും കൽപ്പിച്ചു കൊടുത്തു. പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് വിലക്കി. അല്ലാഹുവിനെ കുറിച്ച് ധാരാളം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. സ്വഹാബത്തെ, ഈ വർഷത്തിന് ശേഷം ഇനി നിങ്ങൾ എന്നെ കണ്ടെന്നു വരില്ല. ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങി. അതുകൊണ്ട് ആ വർഷം വിടവാങ്ങൽ വർഷം എന്നറിയപ്പെട്ടു. ആ ഹജ്ജ് വിടവാങ്ങൽ ഹജ്ജ് എന്നറിയപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭങ്ങളിലാണ് സ്വഹാബികളിൽ നിന്ന് യാത്ര ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം അവതരിപ്പിച്ച ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. പണ്ഡിതന്മാർ പറയുകയാണ്, ഈ ആയത്ത് അവതരിച്ചതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ ഒരു ഹലാലും ഒരു ഹറാമും അവതരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഈ ആയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ അവധി അടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ആയത്തുകളിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി വന്നു. മദീനയിൽ വെച്ച് ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസം 12-ാം ദിവസം ഒരു തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അവിടുത്തെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും മുറിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിനും മാറിനും ചേർന്നു കൊടുന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വെടിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം മൂർച്ഛിക്കാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലാകാൻ അവിടുന്ന് ധാരാളമായി ആഗ്രഹിച്ചു. ഐന ഗദൻ, ഐന ഗദൻ, ഞാൻ നാളെ എവിടെയാണ്, ഞാൻ നാളെ ഇവിടെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചോദിച്ചതായി കാണുവാൻ സാധിക്കും. അങ്ങനെ എല്ലാ ഭാര്യമാരുടെയും സമ്മതപ്രകാരം അവരെല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തിച്ചു. എല്ലാ ഭാര്യമാരും അല്ലാഹുവിന്റെ റസൂലിനെ ശുശ്രൂഷിക്കാൻ അവിടെയുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ട്.
അള്ളാഹുവിന്റെ റസൂലിനുള്ള വേദനയും രോഗവും മൂർച്ഛിച്ചു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ മാ അസാലു അജിദു അലമ അത്അാമി അല്ലദീ അകൽതു ബിഖൈബർ. ഖൈബറിലെ ജൂതന്മാർ വിഷം പുരട്ടി തന്ന ഭക്ഷണം കഴിച്ചതിന്റെ ഫലമായി ഖൈബറിലെ ഭക്ഷണം തിന്നതിന്റെ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനകൾ കടിച്ചമർത്തി പറയാൻ തുടങ്ങി. فهذا اوان وجدت انقطاع ابهري من ذلك السم. എന്റെ ഹൃദയത്തിലേക്ക് എത്തുന്ന രക്തധമനികൾ മുറിച്ചു കളയുന്ന വേദനയുടെ മരണത്തിന്റെ വേദനയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹ്രി വനഹ്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന മഹത്തായ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലായിരിക്കെ, എന്റെ ഊഴത്തിലായിരിക്കെ, എന്റെ മടിയുടെയും അതുപോലെ തന്നെ മാറിന്റെയും ഇടയിൽ ചാഞ്ഞു കിടന്ന് മരിച്ചത് എന്നുള്ളത് എനിക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും മുഅ്മിനീരെ അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ ഒരുമിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സിവാക്കുണ്ടായിരുന്നു, ഒരു മിസ്വാക്കുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങി നിൽക്കുകയാണ്, താങ്ങിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാനിന്റെ കയ്യിലുള്ള സിവാക്കിലേക്ക് നോക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിവാക്ക് ഇഷ്ടമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ മിസ്വാക്ക് താങ്കൾക്ക് വേണ്ടി ഞാൻ എടുത്തു തരട്ടെ? അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ തല കൊണ്ട് ആംഗ്യം കാണിച്ചു, ആ മിസ്വാക്ക് എനിക്ക് എടുത്തു തരൂ എന്ന് ആംഗ്യം കാണിച്ചു. മിസ്വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എടുത്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെച്ചപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്, വരണ്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ താങ്കൾക്ക് വേണ്ടി ആ മിസ്വാക്ക് അത് പാകപ്പെടുത്തി ചവച്ചരച്ച് തരട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അവിടുന്ന് തലയാട്ടി. ആ മിസ്വാക്ക് എനിക്ക് വേണ്ടി ലോലമാക്കി തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ വായിൽ വെച്ച് അത് ചവച്ചരച്ച് അത് ലോലമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തേച്ചു കൊടുത്തു എന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും മുഅ്മിനീരെ അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിച്ചു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിന്റെ താഴെ വെള്ളം നിറച്ചു വെച്ച ഒരു പാത്രമുണ്ടായിരുന്നു. ആ പാത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകളിട്ട് അവിടുത്തെ വിരലുകൾ നനച്ച് അവിടുത്തെ മുഖത്തും തലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകയാണ് ചെയ്യുന്നത്. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന കഠിനമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന് എന്തൊരു വേദനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസമുണ്ട്, വേദനയുണ്ട് എന്ന് മനസ്സിലാക്കി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് വലിയ വേദനയുണ്ടല്ലേ?
ഇബ്നു മസ്ഊദിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്, നിങ്ങളിൽ രണ്ടാളുടെ മരണവേദനയാണ് എനിക്കുണ്ടായിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ പ്രയാസം ആ സന്ദർഭത്തിൽ സഹിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ ഉയർത്തി, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഫിർ റഫീഖിൽ അഅ്ലാ, അല്ലാഹുവേ ഏറ്റവും ഉന്നതനായ കൂട്ടുകാരിലേക്ക് എന്നെ ചേർക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ എന്നവിടുത്തെ കൈകൾ ഉയർത്തി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് അത് പിടിക്കപ്പെടുകയും ആ ഉയർത്തിയ കൈകൾ താഴേക്ക് വീഴുകയും ചെയ്തു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്കും വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ ثقل النبي صلى الله عليه وسلم جعل يتغشى, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന മൂർച്ഛിച്ചപ്പോൾ, അവിടുത്തെ രോഗം കഠിനമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ ബോധരഹിതനായി വീണുകൊണ്ടിരുന്നു. അവിടത്തേക്ക് ഇടക്കിടക്ക് ബോധം പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം ലഭിക്കുമ്പോഴെല്ലാം ചോദിക്കും, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കും, അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണം, നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം. അവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അൻബിയാഇഹിം മസാജിദ, ജൂത നസ്രാണികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ ഇബാദത്തിന്റെ ആരാധനകളുടെ സുജൂദ് ചെയ്യുന്നതിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇങ്ങനെ ദീനിന്റെ വ്യത്യസ്തങ്ങളായ അധ്യാപനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം മൂർച്ഛിച്ചു നിൽക്കുമ്പോഴും സഹാബത്തിന് നൽകിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വേദന സഹിക്കവയ്യാതെ ഇത് കണ്ടു നിൽക്കുന്ന മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാ കർബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, മോളെ നിന്റെ വാപ്പാക്ക് ഇന്നേ ദിവസത്തിന് ശേഷം പിന്നെ ഒരു പ്രയാസവുമില്ല, നീ പേടിക്കേണ്ടതില്ല. മകളെ അടുത്തു വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മകളെ ഈ രോഗത്തിൽ നിന്റെ വാപ്പ മരണപ്പെട്ടു പോകും. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ എനിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരണപ്പെട്ടു വരിക നീയായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബതാ അജാബ റബ്ബൻ ദആ, എന്റെ വാപ്പ താങ്കൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകം വെടിഞ്ഞിരിക്കുന്നു. യാ അബതാ മൻ ജന്നത്തുൽ ഫിർദൗസ് മഅവാ, വാപ്പ താങ്കളുടെ സങ്കേതം അത് ജന്നത്തുൽ ഫിർദൗസ് ആണ്, ഉന്നതങ്ങളായ അല്ലാഹുവിന്റെ സ്വർഗ്ഗങ്ങളാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണവാർത്ത അറിഞ്ഞ സ്വഹാബികളുടെ അവസ്ഥകൾ പല രൂപത്തിലായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിനെ കുറിച്ചറിഞ്ഞപ്പോൾ സ്വഹാബത്ത് പല ആളുകളും സ്തബ്ധരായി പോയി. പല ആളുകൾക്കും എഴുന്നേൽക്കാൻ സാധിക്കാതെ തളർന്നുപോയി. പല സ്വഹാബത്തും സംസാരിക്കാൻ കഴിയാതെ അവരുടെ നാവുകൾ കുടഞ്ഞുപോയി. പല സ്വഹാബത്തും ബോധരഹിതരായി പോയി.
പല സ്വഹാബത്തും നിയന്ത്രണം വിട്ട് അവർ പ്രവർത്തിക്കുകയും വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ്, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും ആയിഷ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ വഫാത്തായിട്ടുണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വാ ഗശിയ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, അവിടുന്ന് ബോധം കെട്ട് കിടക്കുകയാണ്. എന്നാൽ കൂടെയുള്ള മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ മരിച്ച വിവരം. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഉമർ, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യമൂതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല, ഒരിക്കലുമില്ല, ഞാനത് സമ്മതിച്ചു തരില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയുന്നത് മുനാഫിഖീങ്ങളാണ്. ആ പറഞ്ഞ മുനാഫിഖീങ്ങളെ ഊരിപ്പിടിച്ച വാളുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ റസൂൽ എങ്ങാനും മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാള് കൊണ്ട് അവന്റെ തല ഞാൻ എടുക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയന്ത്രണം വിട്ട് പ്രവർത്തിക്കുകയാണ്. പാവം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായിരുന്നില്ല. രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മദീന വിട്ട് കച്ചവടത്തിന്റെ ആവശ്യത്തിനായി പുറത്തുപോയിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് നാളുകളായി വീട്ടിലാണ് നിസ്കരിക്കുന്നത്, പള്ളിയിലേക്ക് പോയിട്ടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം തോന്നുകയും രണ്ടാളുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കാല് അത് മണലിൽ ഉരതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ പോയിരുന്നു. പിന്നീട് അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലാണ് നിസ്കരിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സ്വഹാബികൾ ഫജ്ർ നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ മുറിയുടെ മറനീക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ നോക്കി ചിരിച്ചിട്ടുണ്ട്. സ്വഹാബികൾ വല്ലാതെ സന്തോഷിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ഭേദമായി തങ്ങളിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷ അവർക്കുണ്ടായി. ആ പ്രതീക്ഷയോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനക്ക് പുറത്തുപോയതാണ്. പിന്നീട് വിവരമറിഞ്ഞ അദ്ദേഹം മദീനയിലേക്ക് എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പ്രവേശിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ഒരു പുതപ്പ് പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ആ പുതപ്പ് മാറ്റി അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ അവിടുന്ന് 1-2 തവണ ചുംബിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഉറ്റ കൂട്ടുകാരെ, എന്റെ ഉറ്റ ചങ്ങാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സങ്കടം പറഞ്ഞുകൊണ്ട് അദ്ദേഹം
വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുംബനം നൽകുകയാണ് ചെയ്യുന്നത്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളിലേക്ക് പുറത്തേക്ക് ഇറങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത് നിയന്ത്രണം വിട്ടു നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പലതവണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞു നോക്കി, ഉമർ ഇരിക്കണം. അദ്ദേഹം ഇരിക്കുന്നില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഖുതുബ പറഞ്ഞു. സ്വഹാബികൾ അവരുടെ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ വാർത്ത അംഗീകരിക്കാൻ അവരെ പാകപ്പെടുത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഖുതുബ പറഞ്ഞു. അദ്ദേഹം ഹംദും സലാത്തും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്ത് പാരായണം ചെയ്തു. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞ വാക്കുകളാണ്. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ മരിക്കും, താങ്കൾ ഒരു ദിനം മരിക്കും, താങ്കളുടെ അനുയായികളും അവരും മരിക്കും. അദ്ദേഹം പാരായണം ചെയ്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില انقلبتم على اعقابكم. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അവിടുന്ന് മരണപ്പെട്ടാൽ, അതല്ലെങ്കിൽ അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലുള്ള ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്തു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരാണോ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാദത്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്, അവിടുന്ന് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, ആരാണോ അല്ലാഹുവിന്റെ റസൂൽ, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമില്ലാത്തവനാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് ഓതിയ വാക്കുകൾ, ആ ആയത്തുകൾ അതാദ്യമായി ഞാൻ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത അംഗീകരിക്കാൻ കഴിയാതെ മുൻപ് അവതരിച്ച ആയത്തുകൾ അദ്ദേഹം മറന്നുപോയി. ചില റിവായത്തുകളിൽ, ചില ഹദീസുകളിൽ കാണാം, മദീനയിൽ എല്ലാ ആളുകളും ഇതോടുകൂടി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. അവർ സ്വയം ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിരിക്കുന്നു. ആയത്ത് പാരായണം ചെയ്ത് അവർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വിവരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ളുഹറിന്റെ സമയമായി. അദാൻ കൊടുക്കണം. അദാൻ കൊടുക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആദ്യമായി ബിലാലിനെ ഒരു മാനുഷിക പരിഗണന നൽകി തന്റെ മുഅദ്ദിനാക്കി, ഈ ഉമ്മത്തിന്റെ സയ്യിദാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദാനിന്റെ വാക്കുകൾ ഉരുവിടാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുച്ചരിക്കാൻ ബിലാലിന് കഴിയുന്നില്ല. ആ പേര് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരുപാട് ഓർമ്മകൾ ബിലാലിന്റെ മനസ്സിലേക്ക് തികട്ടി വന്നിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുച്ചരിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം വിതുമ്പി കരഞ്ഞ് ആ മസ്ജിദിൽ ഇരിക്കുകയുണ്ടായി. അദ്ദേഹം വിതുമ്പി കരഞ്ഞ് നിലത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ചില റിവായത്തുകൾ അദ്ദേഹം ബോധരഹിതനായി വീണു എന്നും കാണാൻ സാധിക്കും. സ്വഹാബികൾ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രംഗങ്ങളിൽ അവർ അവസ്ഥ ഇതായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ മറമാടി സഹാബികൾ വരുന്നതിനിടയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. യാ അനസ്, അനസേ, അതാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ സ്നേഹിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ മണ്ണുവാരിയിടാൻ അനസേ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ലമ്മാ കാന اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة أضاء منها كل شيء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിച്ച ദിവസം മദീനയിലെ എല്ലാ കാര്യങ്ങളും പ്രകാശിച്ചു, വെട്ടിത്തിളങ്ങി. فلما يوم الذي مات فيه أظلم منها كل شيء. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെട്ട ദിവസം ആ മദീനയിലെ എല്ലാ കാര്യങ്ങൾക്കും ഇരുട്ട് ബാധിച്ചു എന്നതാണ്. وما نفضنا عن النبي صلى الله عليه وسلم الأيدي حتى أنكرنا قلوبنا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടി ഞങ്ങളുടെ കൈകൾ ഞങ്ങൾ ഉയർത്തിയപ്പോഴേക്കും ഞങ്ങൾക്കിടയിൽ വലിയ അപരിചിതത്വം ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാണ്. ഞങ്ങൾക്ക് എന്തോ വലിയ കാര്യം നഷ്ടപ്പെട്ടതുപോലെ, ഞങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടും ഒപ്പം ആകാശത്തു നിന്നുള്ള വഹീന്റെ നിലക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് അങ്ങേയറ്റത്തെ സങ്കടത്തിലാഴ്ത്തി. ഇനി ഒരു ഹലാലും ഒരു ഹറാമും അവതരിക്കാനില്ല. ഇനി ആകാശത്തു നിന്ന് ഒരു വഹയും അല്ലാഹുവിൽ നിന്നുള്ള ഒരു കാര്യവും ആകാശത്തു നിന്ന് അവതരിക്കാനില്ല. വഹി നിലച്ചുപോയിരിക്കുന്നു എന്നതും അവരെ ബാധിച്ച വലിയ സങ്കടമായിരുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, വരൂ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ സന്ദർശിക്കാറുള്ള ഉമ്മു ഐമനിനെ പോയി നമുക്ക് സന്ദർശിക്കാം. വൃദ്ധയായ സ്ത്രീയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ സ്ത്രീയാണ്. അവരെ പോയി ഒന്ന് സന്ദർശിക്കാം. അങ്ങനെ ഉമ്മു ഐമനിന്റെ അരികിലെത്തിയപ്പോൾ ഉമ്മു ഐമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്ത് കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ വലിയ അനുഗ്രഹത്തിലല്ലേ, അതുകൊണ്ട് സമാധാനിക്കൂ, നിങ്ങൾ കരയാതിരിക്കൂ. അപ്പോൾ അവർ തിരിച്ചു മറുപടി പറഞ്ഞു, ഞാൻ കരയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ആലോചിച്ചത് കൊണ്ട് മാത്രമല്ല, വലാകിൻ അബ്കി അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ, ഞാൻ കരയുന്നത് ആകാശ ലോകത്തു നിന്നുള്ള വഹി അത് നിലച്ചിരിക്കുന്നല്ലോ എന്നതുകൂടി ഓർത്തുകൊണ്ടാണ് എന്നവർ പറയുകയാണ്. അതിനുശേഷം പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പൊട്ടിക്കരഞ്ഞത് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വഫാത്തിന്റെ വാർത്തകളിൽ, ചരിത്രങ്ങളിൽ, സംഭവങ്ങളിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്ക് ബാധിക്കുന്ന മുസീബത്തുകളിൽ ഇതാലോചിച്ചാൽ നമുക്ക് വലിയ വലിയ റാഹത്താണ് അതുകൊണ്ടുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമ്മെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ ودمر أعداءك أعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.